ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആരുടെയൊക്കെ കൂടെ നിൽക്കും, ഏതെല്ലാം രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, ഇപ്പോൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ഇന്ത്യ ആരെല്ലാം സപ്പോർട്ട് ചെയ്യും എന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ഇപ്പം തന്നെ പിന്തുണ അറിയിക്കുക മാത്രമല്ല, അവരുടെ വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ വിട്ടു നൽകിക്കൊണ്ട് തുർക്കി ഭരണകൂടം, തുർക്കി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാണ്, തുർക്കി ഭരണകൂടം പാകിസ്ഥാന് പ്രത്യക്ഷ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. തുർക്കിയുടെ ആർമി പവർ പാകിസ്ഥാനേക്കാളും മികച്ച ഒരു ആർമിയുള്ള ഒരു രാജ്യമാണ് തുർക്കി. രാജ്യം അത്ര വലുതല്ലെങ്കിലും തുർക്കിക്ക് നല്ലൊരു സൈനിക ശക്തി ഉണ്ട്. പക്ഷെ ഇന്ത്യയെക്കാളും മികച്ചതല്ല, പക്ഷെ പാകിസ്ഥാനേക്കാളും ഒരു മികച്ചൊരു സൈനിക ശക്തിയാണ് ഈ തുർക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുർക്കി പാകിസ്ഥാന് പിന്തുണയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചടി ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ചൈന പ്രത്യക്ഷത്തിലിറങ്ങി യുദ്ധം ചെയ്യില്ലെങ്കിലും 86% പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ മേടിക്കുന്നത്, അവർ ടെക്നോളജി മേടിക്കുന്നത് എല്ലാം ചൈനയിൽ നിന്നാണ്. ഏകദേശം 80% എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം കച്ചവടം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ചൈന നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറങ്ങാതിരിക്കാം, അതൊക്കെല്ലാം സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. മറുഭാഗത്ത് ഇന്ത്യക്കെതിരെ തിരിയാൻ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് 100% ബംഗ്ലാദേശാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ, തുർക്കി, ചൈന, മറുവശത്ത് ബംഗ്ലാദേശ് അകമഴിഞ്ഞ് ഇങ്ങനൊരു യുദ്ധ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇന്ത്യയെ ആരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേൽ അവിടെ യുദ്ധങ്ങളും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു നല്ലൊരു സുഹൃത്താണ് ഇസ്രയേൽ. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചൈന ഇതിൽ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയും ഇടപെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ 100% നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയുടെ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള അറിവാണ് വന്നിരിക്കുന്നത്. പക്ഷെ 100% അകമഴിഞ്ഞ് കൂടെ നിൽക്കുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ റഷ്യയുടെ സ്റ്റാൻഡ് ആദ്യ ഭീകരാക്രമണത്തിന് എതിരാണ് എന്നുള്ള വാർത്തയൊക്കെ റഷ്യയിൽ നിന്ന് വന്നുവെങ്കിലും ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റഷ്യ ഒരുപക്ഷെ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതിൽ സംശയമുണ്ട്.